ആ ദക്ഷയുടെ ക്യാബിനിൽ കയറാൻ ഡോർ തുറക്കാൻ നിന്ന മഹി പെട്ടെന്ന് ആ സൗണ്ടുകൾക്ക് ഞെട്ടി അലറി വിളിച്ചു. അവന്റെ അലറലും വേസ് പൊട്ടിയ സൗണ്ടും ഒപ്പം കേട്ടതും പരസ്പരം രണ്ടും അകന്നു മാറി. അത്രയും നേരം ആൻവിയെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും താൻ ദക്ഷയുടെ അടുത്തായിരുന്നു എന്നതോർത്ത് ബദ്രിക്ക് നന്നേ ചടച്ചു. എന്താ മഹി? അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി അവനൊരു കയ്യാൽ പിടിച്ച് ആദ്യോടെ ചോദിക്കുന്ന ദക്ഷയെ ഒരു നിമിഷം ബദ്രി സംശയത്താലെ നോക്കി. പലപ്പോഴും അവനെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് മഹിയും ദക്ഷയും തമ്മിലുള്ള ബോണ്ട്. അതിനു മാത്രം രണ്ടുപേർക്കും എന്ത് ബന്ധമാണെന്ന് അവൻ ഓർത്തു. അത് ചുമ്മാ ഞാൻ സൗണ്ട് കേട്ടപ്പോ. അതും പറഞ്ഞ് മഹി ഒരു സൈക്കിളിൽ നിന്ന് വീണ ഇളിയിളിച്ച് ദക്ഷ അവനെ നോക്കി പല്ല് കടിച്ചു. ബദ്രിക്ക് നേരെ ചിരിച്ചു കൊടുത്തു. ബദ്രി പോയതും ദക്ഷ അത്രയും നേരത്തെ കലിപ്പിൽ ഒറ്റ അടിയായിരുന്നു മഹിയുടെ മേലെ. കൂപ്പ്, നിനക്ക് എന്താടാ പുല്ലേ ഇവിടെ കാര്യം? ഷോ, ഒന്ന് റൊമാൻസിച്ച് വരുവായിരുന്നു. അത് പറയുമ്പോൾ ദച്ചുവിന്റെ കവൾ ചുമന്നു. അവൾക്ക് കുറച്ചു മുന്നേയുള്ളതൊക്കെ വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. കണക്കായിപ്പോയി, ഞാൻ കണ്ടിരുന്നു ഇവിടെ നടക്കുന്നത്. അവസാനം നിന്റെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോഴാ ഉള്ളിലേക്ക് വന്നത്. ചാരിതാർത്ഥ്യം അല്ലട ശവമേ, ചാരിത്രം. എന്തായാലും എന്താ, നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മഹി പറഞ്ഞതും ദക്ഷ അവന്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. മാണ്ടൻ ജഗദീഷിന്റെ ഡയലോഗൊക്കെ പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ തിരികെ സീറ്റിൽ പോയിരുന്നു. അങ്ങനെ പോവാൻ വരട്ടെ, അവിടെ നിൽക്ക്. ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി കിട്ടാതെ ഞാൻ പോവില്ല അല്ലി. അവൾ എങ്ങനെ ഇവിടെ? മഹിയുടെ ചോദ്യം കേൾക്കെ അവളൊന്ന് ചിരിച്ചു. വരാനുള്ള സാഹചര്യം അവനോട് പറഞ്ഞു. അവന്റെ അസുഖത്തെ പറ്റി അവളോട് പറഞ്ഞതൊഴിച്ചു. എന്താ ചിത്തു, മൗനവ്രതാണോ ഇന്ന്? വണ്ടിയിൽ കേറിയത് മുതൽ സംസാരിക്കാതിരിക്കുന്ന ശിവയെ കളിയാക്കിക്കൊണ്ട് അച്ചു ചോദിച്ചതും അവളൊന്ന് അവനെ തുറച്ചു നോക്കി. അവന്റെ കണ്ണിൽ പ്രണയവും ചുണ്ടിൽ കുസൃതി നിറഞ്ഞ ചിരിയും കണ്ടതോടെ അവൾ കണ്ണുമാറ്റി പുറത്തേക്ക് മിഴികൾ പായിച്ചു. അവനെ ആദ്യം കണ്ടത് മുതൽ ഉള്ളത് അവളുടെ മനസ്സിൽ അന്നേരം ഓടിക്കളിച്ചു. അവന് കൊടുത്ത അടി ഓർമ്മ വന്നതും അവളൊന്ന് ചിരിച്ചു. അന്ന് തന്നതുപോലൊരടി ഇപ്പോഴും തരാൻ തോന്നുന്നുണ്ടോ നിനക്ക്? അവളുടെ മനസ്സിലോർത്തത് അവൻ പറയുന്നത് കേട്ട് ശിവ അവനെ ഒന്ന് മിഴിച്ചു നോക്കി. അവളുടെ മുഖത്ത് നോക്കുന്നില്ലെങ്കിലും അവന്റെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കാതടി, നീ ഇഷ്ടം പറഞ്ഞിട്ടേ തരുള്ളൂ എന്ന് കരുതിയത് ഇപ്പൊ അങ്ങ് തരുവേ. അവളുടെ നോട്ടം അവനിൽ നിന്ന് മായുന്നില്ല എന്ന് കണ്ടതും അച്ചു പറഞ്ഞു. കാര്യം എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും എന്തോ തനിക്കുള്ള പണിയാണെന്ന് ശിവക്ക് മനസ്സിലായി. അവൾ വേഗം കണ്ണു മാറ്റി പിന്നെയൊന്നും സംസാരിച്ചില്ല. കുറച്ചു ദൂരം പിന്നിട്ടതും പെട്ടെന്ന് അച്ചു വണ്ടി ബ്രേക്ക് ചവിട്ടി. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ശിവ ഫ്രണ്ടിലേക്ക് ആഞ്ഞ് തല ഫ്രണ്ടിലിടിച്ച് നല്ല വേദന എടുത്തിരുന്നവൾക്ക് കൂടെ ദേഷ്യവും. ഉഫ്, എന്റെ തല പറഞ്ഞിട്ട് നിർത്തിക്കൂടെ? തല ഒഴിഞ്ഞ് അവനോട് പറഞ്ഞു. അവനെ നോക്കിയതും മുന്നിലേക്ക് നോക്കി മറ്റെന്തോ ഭാവത്തിലിരിക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. അവന്റെ കണ്ണ് ചുമന്നിട്ടുണ്ട്, നിറയുന്നുണ്ട്. അവനിൽ നിന്ന് കണ്ണ് പാടുപെട്ട് മുന്നിലേക്ക് നോക്കിയതും മുന്നിലായുള്ള ഒരു ചെറിയ ഇടവഴിയാണ് കണ്ടത്. പെട്ടെന്ന് അച്ചു അവന്റെ തലയിൽ കൈവച്ചു മുടി കൊരുത്തു വലിച്ചു. ജംഗ്ഷനിൽ എത്തിയാലൊരു ഇടവഴി കയറിയ ഞങ്ങളുടെ അനാഥാലയമാ. റന പറഞ്ഞ കാര്യമോർക്ക് ശിവക്ക് വല്ലാത്ത പേടി തോന്നി. ഒപ്പം അച്ചുവിന്റെ പെരുമാറ്റവും. അച്ചു. ശിവയുടെ കരങ്ങൾ അച്ചുവിന്റെ മേൽ പതിഞ്ഞതും അവനൊരു ഞെട്ടലോടെ തല ഉയർത്തി. കണ്ണാകെ ചുവന്നിട്ടുണ്ട്, മനസ്സ് സാഗരം പോൽ അലയടിക്കുന്നുണ്ട്. വീണ്ടും വഴിയിലേക്ക് മിഴികളൂന്നി അച്ചു വണ്ടിയിൽ നിന്നിറങ്ങി. വിറക്കുന്ന കാലുകളോടെ അവൻ അവിടെ നിന്നു. പലതും കൺമുന്നിൽ നടക്കുന്ന പോലെ എപ്പോഴും ഓർക്കാറുള്ള എന്നാൽ ഒരിക്കൽ പോലും ഓർമ്മയിൽ വരാത്തൊരു മുഖം തന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നിയവന്. അച്ചു വാ, നമുക്ക് പോവാം. ശിവയെ കൊണ്ടാവുന്ന രീതിയിൽ അവൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അവന്റെ വേദന, സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന. പക്ഷെ അച്ചുവിന്റെ അവസ്ഥ അവളേക്കാൾ ചങ്ക് പൊടിയുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവന്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു. ശിവയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവളെ ഒന്ന് ദയനീയമായി നോക്കിയവൻ. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന ബോധം പോലും അവനുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചവൻ തിരിഞ്ഞു നടക്കാനൊരുങ്ങെ. അച്ചേട്ടാ, പോവല്ല അച്ചേട്ടാ, പ്ലീസ് എന്നുള്ള കൊഞ്ചിയുള്ള വിളിയിൽ അവന്റെ കാലുകൾ നിശ്ചലമായി. കണ്ണു നിറഞ്ഞു. പലതും അവന്റെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പോലെ തോന്നി. പലതും മിന്നിമറഞ്ഞു. ഒടുവിൽ തന്റെ നെഞ്ചോട് ചേർന്ന് മുഖം ചേർത്ത് പതുങ്ങിയിരിക്കുന്നവളുടെ കുഞ്ഞുമുഖം കണ്ണിൽ തെളിയവേ അവന്റെ അതിരം മൊഴിഞ്ഞു. ഐഷു എന്ന് മൊഴിഞ്ഞതോടൊപ്പം കണ്ണിൽ ഇരുട്ട് പടർന്നിരുന്നു. മഹി, എല്ലാരും ആയോ? യാ സർ. ഹാളിൽ കയറിയപാടെ ബദ്രി ചോദിച്ചത് മഹി മറുപടി കൊടുത്തു. കോൺഫറൻസ് ഹാളിൽ ആ കമ്പനിയിലെ സകല വർക്കേഴ്സും ഒത്തുകൂടിയിട്ടുണ്ട്. മുന്നിലായി ദക്ഷയും. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത്.
വരുന്ന വീക്കെൻഡിൽ ഒരു പ്രൊജക്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. എന്ത് പ്രൊജക്റ്റാണ് സർ? ബദ്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിനോദിന്റെ ചോദ്യം കേട്ട് മഹിക്ക് ദേഷ്യം വന്നു. അല്ലിയുടെ അടുത്താണ് വിനോദ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് അത് ഒന്നുകൂടി കൂടി. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓരോന്ന് ചോദിച്ചാ മതി. കുറച്ച് കടുപ്പിച്ചുള്ള അവന്റെ ചോദ്യത്തിന് ഇവരെന്ത് പറ്റിയെന്ന ഭാവത്തിൽ ബദ്രിയും ദക്ഷയും നോക്കി. അല്ലിക്ക് കാര്യം അറിയുന്നത് കൊണ്ട് അധികം ശ്രദ്ധിക്കാൻ പോയില്ല. സോറി സർ. ബദ്രിയുടെ നോട്ടം മാറാത്തത് കണ്ട് മഹി അത് പറഞ്ഞ് തലകുനിച്ചു. അല്ലിക്ക് വിഷമം വന്നെങ്കിലും അവൾ പുറത്ത് കാണിച്ചില്ല. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കമ്പനിക്ക് മുതൽക്കൂട്ടായി കണ്ടിരുന്ന പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്കിപ്പോ മറ്റൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അത് നമ്മൾ നന്നായി പ്രസന്റ് ചെയ്താൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടെ നമ്മുടെ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. സോ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും കോർഡിനേഷനും ആവശ്യമാണ്. എല്ലാരും റെഡിയല്ലേ? ആരുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോണ്ടും ഇല്ലാത്തത് കൊണ്ട് ബദ്രി അങ്ങനെ ചോദിച്ചതും അവരെല്ലാം ആവേശത്തോട് സമ്മതിച്ചു. പ്രൊജക്ടിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ എല്ലാവരെയും പലതായി തിരിച്ചു. ഓരോ ടീമാക്കി അതിൽ അല്ലിയുടെ ടീമിലാവാൻ ആവുന്നത്രമായി ശ്രമിച്ചെങ്കിലും അല്ലി അതിനെ ഒക്കെ മുളയിലെ നുള്ളി. ക്യാൻ ഐ ജോയിൻ വിത്ത് യു? സ്റ്റെല്ലയുടെ ചോദ്യങ്ങൾക്ക് മഹി ഓക്കെ പറഞ്ഞു. അത് കൃത്യമായി അല്ലി കാണുകയും ചെയ്തു. അത് കാണാൻ അവളുടെ മനസ്സിൽ കുഞ്ഞു കുശുമ്പ് മുട്ടിട്ടു. നിന്നോട് എത്ര വട്ടം പറഞ്ഞിരിക്കില്ലേ, ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി എങ്ങാനും അച്ഛാന്നോ ഏട്ടാന്നോ വിളിച്ച് പുറകെ നടന്നോ ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ഞാനായിരിക്കില്ല, എന്റെ ഈ കൈയായിരിക്കും. മനസ്സിലായോടി? തന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നവളെ നോക്കി അച്ചു അലറിയെങ്കിലും ഐഷുവിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. ഓ പിന്നെ ഇങ്ങരുടെ കയ്യിനെന്താ സംസാരിക്കാൻ കഴിവുണ്ടോ? ചുമ്മാ തള്ളുന്നതാ. പതിയാണെങ്കിലും അവളുടെ പെറുപിറുക്കൽ അവൻ കേൾക്കാമായിരുന്നു. എല്ലാവരും പേടിയോടെ നോക്കിയിരുന്ന അവനെ എതിർത്ത് സംസാരിക്കാനും പറയുന്നതൊന്നും അനുസരിക്കാത്തതായി ഇവൾ മാത്രമേ ഉള്ളൂ എന്നവൻ ഓർത്തു. അവളോട് ദേഷ്യപ്പെടുന്നെങ്കിലും അവളോട് അവനെന്തോ ഒരടുപ്പം തോന്നി. ക്ലാസ്സിൽ പോടി. ചുണ്ടുകൂട്ടുന്നവളെ കണ്ട് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയവൻ അലറിയതും അവളൊന്ന് ഞെട്ടി. ശേഷം നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. അതെ, അച്ചേട്ടാന്ന് വിളിച്ച് നാവ് കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത് കേട്ടല്ലോ. പിന്നെ പിറകെ നടക്കുന്നതും നടക്കാത്തതും ഒക്കെ എന്റെ ഇഷ്ടം. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടെ. അത്രയും പറഞ്ഞവൾ ചുറ്റും നോക്കി. ശേഷം ഞൊടിയിടയിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കവിളിൽ ചുണ്ട് പതിപ്പിച്ച് പുറത്തേക്ക് ഓടി. സ്റ്റിൽ ഐ ലവ് യു അച്ചേട്ടാ. ഓടുന്നതിനിടെ അത്രയും പറഞ്ഞു പോകുന്നവളെ കാണെ ആദ്യം ദേഷ്യം നടിച്ചെങ്കിലും പിടിച്ചുവെച്ച ചിരി അവനിൽ നിന്ന് പൊട്ടിയിരുന്നു. ഐ ലവ് യു. ഐശുവിന്റെ കാതോട് ചുണ്ട് ചേർത്തച്ചു പറഞ്ഞതും അവളൊന്നുകൂടി കുറുകി പിന്നിലേക്ക് ചേർന്നിരുന്ന് മുഖം കൊണ്ട് അവന്റെ നെഞ്ചിൽ പതുങ്ങി. വീണ്ടും അവനിൽ നിന്ന് കേൾക്കാനെന്ന പോലെ പതിയെ മൂളി. ഇരു കൈകളും കൊണ്ട് അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ അവളുടെ പുറംഭാഗം മുട്ടിച്ച് കൈകൾ കോർത്തിണക്കി ഏറെ നേരം കടലിൽ നോട്ടമിട്ടിരുന്നു. സന്ധ്യയോടടുത്ത സമയമായതിനാൽ അധികമാരും അവിടെ ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കി അച്ചു അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എന്താ മോനെ ഒരു കള്ളലക്ഷണം? മുഖമുയർത്തി ഐഷു ചോദിക്കവേ അച്ചവളുടെ നെറ്റിയിൽ ചുണ്ട് പതിപ്പിച്ചു. ശേഷം അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചതും ഐഷു ഒരു കയ്യാലെ തടഞ്ഞു. സംശയഭാവത്തിൽ നോക്കുന്ന അവന് അവൾ അവളുടെ നുണക്കുഴി കാണിച്ചുള്ള ചിരി സമ്മാനിച്ചു. അച്ചേട്ടാ, അച്ചേട്ടാ, എന്തടി? അച്ചൽപ്പം ശബ്ദമുയർത്തി പറഞ്ഞതും അവൾ അവന്റെ കൈ തട്ടിമാറ്റി എണീക്കാൻ നോക്കി. അവളുടെ പെട്ടെന്നുള്ള മാറ്റം അവന്റെ ചുണ്ടിൽ ചിരി വിടർത്തിയതോടൊപ്പം അവൻ വീണ്ടും അവളെ ഇരുകൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. പറയ്, എന്തിനാ എന്റെ പെണ്ണ് വിളിച്ചേ? പറയട്ടെ. ദേഷ്യപ്പെട്ടു പോകാൻ നിന്നത് അവൾ തന്നെയാണെന്ന് പോലും അവൻ സംശയിച്ചു പോയി. അവനൊന്ന് ചിരിച്ച് അവളോട് പറയാൻ പറഞ്ഞു. അച്ചേട്ടാ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നടത്തി തരുവോ? ഇനി അഥവാ അച്ചേട്ടൻ നടത്തി തന്നില്ലെങ്കിലും ഞാൻ നടത്തും കേട്ടല്ലോ. ഇതിന് ശേഷമേ ഒരു വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കുള്ളൂ. വളരെ ഗൗരവത്തോടെ പറയുന്ന അവളെ അവൻ താടിക്ക് കയ്യും കൊടുത്തു നോക്കി. അവളിലെ കുഞ്ഞു കുസൃതികൾ പോലും അവൻ ആവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ നമ്മുടെ കല്യാണം എപ്പോഴാന്ന് ചോദിച്ചു സ്വൈര്യം കെടുത്തിയവളാണ് ഇതെന്ന് പറയുവോ എന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി. എന്തൊക്കെയാ നിന്റെ ആഗ്രഹം? അതൊരുപാടുണ്ട്. എന്റെ അനിയത്തിക്കുട്ടിക്കൊരു നല്ല ജീവിതം, അച്ചേട്ടനെ പോലെ നല്ലൊരു സ്നേഹമുള്ള ചെക്കൻ, ഞങ്ങളെ ഇത്രയും നാളും നോക്കി വളർത്തിയവർക്ക് ഒരുപാട് സഹായം ചെയ്യണം, ഞങ്ങളെപ്പോലെ ആരുമില്ലാത്തവരെ എന്റെ ചെലവിൽ പഠിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കണം, പിന്നെ എനിക്കും അച്ചേട്ടനും നല്ലൊരു ജോലി, നമുക്ക് മാത്രമുള്ള ഒരു കുഞ്ഞു വീട്. പിന്നെ അവളുടെ ഓരോന്നും കേൾക്കെ അവന് വല്ലാത്ത വാത്സല്യം തോന്നി. അവസാനം നാണം അഭിനയിച്ച് പറഞ്ഞതും ഒന്ന് പൊട്ടിച്ചിരിച്ച് അവളെ മാറോടടക്കി. പറയൈഷു, എനിക്ക് അറിയണം. ഇപ്പോ നിനക്ക് എന്നെ വേണ്ടാതായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ഐഷുവിന്റെ 2 കൈ മുട്ടിലും ചേർത്ത് പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ച് അച്ചു അലറിയതും ഐഷു കണ്ണു നിറച്ചവനെ നോക്കി. അതവനിൽ ഉണ്ടാക്കിയ വേദന ചെറുതൊന്നുമല്ലായിരുന്നു.
അവനെ നോക്കി കണ്ണു നിറച്ചപ്പോൾ പെട്ടെന്ന് അവന്റെ കൈ തട്ടി മാറ്റി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കിഷ്ടല്ല. നിങ്ങളെ കാണുന്നത് പോലും. ദയവ് ചെയ്ത് എന്നെ ഇനി ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? എനിക്ക് എനിക്ക് മറ്റൊരാളെ ഇഷ്ടം. തന്നേക്കാൾ കൂടുതൽ കാശുകാരൻ. എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും വയ്യ. ഇനിയെങ്കിലും എനിക്ക് ഒന്ന് നല്ലതുപോലെ ജീവിക്കണം. സോ പ്ലീസ് ഇനി എന്നെ കാണാൻ വരരുത് ഒരിക്കലും. മനസ്സിനെ കല്ലാക്കി അവൾ പറഞ്ഞതും അവൻ ഒരു മരവിപ്പോടെ നിന്നു. ഇത് തന്റെ ഐഷുവല്ല, അവന്റെ മനസ്സ് പലയാവർത്തി പറഞ്ഞു. അവസാനം കൈകൂപ്പി തന്റെ മുന്നിൽ നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി തിരികെ നടന്നു. സ്നേഹതീരത്തിന്റെ പടിയിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ ഐഷുവും അവളുടെ വാക്കുകളും മാത്രമായിരുന്നു. അതവനെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു. ഐഷുവിന്റെ മുഖം തെളി അവനൊരു ഞെട്ടലോട് ചാടി എഴുന്നേറ്റു. വിയർപ്പ് പൊടിഞ്ഞവന്റെ ദേഹം മുഴുവൻ നനഞ്ഞിരുന്നു. വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അവന്റെ കണ്ണുകൾ ചുവന്നു. ഐഷുവിന്റെ മുഖം വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്നതിനനുസരിച്ച് അവന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി. ആ ആ ഹോസ്പിറ്റൽ കുടുങ്ങുമാർ അവന്റെ വിളി ഉയർന്നു. പുറത്തുനിന്നും ശിവ ഉള്ളിലേക്ക് വന്നതും തലയിൽ കൈവച്ച് മുട്ടുകുത്തി തറയിൽ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. വല്ലാത്ത വേദന തോന്നി അവൾക്ക് അവന്റെ അവസ്ഥയിൽ. എന്തു പറഞ്ഞവനെ സമാധാനിപ്പിക്കണമെന്നോ ഒന്നും അവൾക്ക് അറിയുന്നില്ലായിരുന്നു. അവന്റെ അടുത്തേക്ക് പോകാൻ നിന്നതും അവളുടെ കയ്യിൽ ആരുടെയോ പിടിവീണിരുന്നു. നിറഞ്ഞ കണ്ണാലെ അവൾ തിരിഞ്ഞു നോക്കി അവളുടെ കയ്യിലെ പിടിവിടാതെ തന്നെ അച്ചുവിനെ നോക്കി കണ്ണു നിറക്കുന്ന ഹാനിയെയാണ് കണ്ടത്. പോകേണ്ടെന്ന് ശിവയോട് കണ്ണുകൊണ്ട് ഹാനി കാണിച്ചു. എന്നാലും അതിനെ വകവെക്കാതെ അവൾ അവന്റെ കൈ മാറ്റി അച്ചുവിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. യു ചീറ്റ്. എന്തിനാ എന്തിനാ എന്നോടിങ്ങനെ? ബ്ലഡി ഐ ഹേറ്റ് യു. നേരിയ രീതിയിലുള്ള അവന്റെ വാക്കുകൾ കേൾക്കെ അവളുടെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നു. ഐഷുവിനെ ഓർമ്മ വന്നെന്ന് അവന്റെ പെരുമാറ്റത്തിലൂടെ അവൾക്ക് മനസ്സിലായി. തലമുടിയിൽ കൊരുത്തു വലിച്ച് അവൻ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഐഷുവിനെ പറ്റി അവൻ ചിന്തിക്കുന്നതൊന്നുമല്ല സത്യമെന്ന് വിളിച്ചു പോവണമെന്ന് തോന്നി അവൾക്ക്. പതിയെ അവൻ അടുത്തായി ഇരുന്ന് ചുമലിൽ കൈവച്ചതും ഞൊടിയിടയിൽ അത് തട്ടിയെറിഞ്ഞു അച്ചു എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവന്റെ പെരുമാറ്റത്തിൽ അവളൊന്ന് ഞെട്ടി. അച്ചുവിനെ മാത്രം നോക്കി അടുത്തേക്ക് പോകാൻ നിൽക്കെ ഹാനി ശിവയെ ഒരു കൈകൊണ്ട് പിടിച്ച് വേഗം നടന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തെന്ന ഭാവത്തിൽ ഹാനിയെ നോക്കിയതും അവൻ അവളെയും കൊണ്ട് ഡോക്ടറുടെ റൂമിൽ കയറിയിരുന്നു. ഡോക്ടർ, യാ ഹനാൻ സിറ്റ്. ഡോക്ടർ പറഞ്ഞതും ഹാനി ശിവയെയും കൊണ്ടവിടെ ഇരുന്നു. അവർക്കടുത്തായി ശങ്കറുണ്ട്. ഗാംഭീര്യം നിറഞ്ഞിരുന്ന മുഖത്തിന്ന് നിരാശ മാത്രം. അവൾ അവരെയെല്ലാം മാറി മാറി നോക്കി. 3 പേരുടെയും മുഖത്ത് ടെൻഷനേക്കാൾ ഉപരി വിഷമമായിരുന്നു. എന്താ ഹനാൻ സംഭവിച്ചത്? ഞാൻ പറഞ്ഞിരുന്നതല്ലേ മാക്സിമം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആകാശിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. ഡോക്ടർ ആവുന്നത്ര പറഞ്ഞു നോക്കിയത് അവനോട്. പക്ഷേ വി കനോട്ട്. അങ്ങോട്ട് പോയത് അവന്റെ തീരുമാനം തന്നെയായിരുന്നു, ഹാനി പറഞ്ഞതും ഡോക്ടർ കണ്ണടൊന്നു മാറ്റി നെറ്റിയൊഴിഞ്ഞു. ശിവ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. അച്ചുവിന്റെ അവസ്ഥ അറിയാതെ വീർപ്പുമുട്ടൽ പോലെ. ദെൻ ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലാതെ മറ്റൊരു രീതിയിലും ആകാശിനെ ഇനി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. വാട്ട്? അയാൾ പറഞ്ഞവസാനിപ്പിച്ചതും ശിവ ഞെട്ടിക്കൊണ്ട് അലറി. അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട അളവിൽ അവൻ എന്ത് എന്നൊരു ചിന്ത അവളിൽ വന്നു. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഡോക്ടർ അന്താളിച്ചു. ഹാനിയെയും ശങ്കറിനെയും നോക്കി. ഏയ് കൂൾ ഡൗൺ മിസ്. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ, ഒരിക്കൽ മെന്റൽ പട്ടൈന്റ് ആയിരുന്ന ആളല്ലേ ആകാശ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ വീണ്ടും അയാൾ ഒരു മാനസിക രോഗിയാവുന്നത് നമ്മളൊക്കെ നോക്കി നിൽക്കേണ്ടി വരും. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞിരുന്നു. മെന്റൽ പട്ടൈന്റ്. അവളുടെ ചെവിയിൽ ആ വാക്ക് മാത്രം മുഴങ്ങിക്കേട്ടു. അയാൾ നിസ്സാരം പോലെ പറഞ്ഞവസാനിപ്പിക്കുമ്പോ ശിവ നോക്കിയത് ബാക്കി 2 പേരെയുമാണ്. അച്ചുവിനെ പറ്റി താൻ അറിയാത്തതും ആരും തന്നോട് പറയാത്തതുമായ കാര്യങ്ങൾ കേട്ടതിലുള്ള ഞെട്ടൽ അവളിൽ വ്യക്തമായിരുന്നു. ഹാനിയുടെയും ശങ്കറിന്റെയും തല താഴ്ന്നു.